ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്തു വന്നതാണ്. അതിനുശേഷം കാസർഗോഡ് ഖാദർ ഭായ് സിനിമയിൽ നല്ലൊരു വേഷം ചെയ്തു. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേകിച്ച് സുനിൽ സാറ് തിലകൻ കലാപ്രതിഭ പുരസ്കാരം എനിക്ക് നൽകിയ സാറാണ് തൃശ്ശൂർ വെച്ച്. തിലകൻ കലാപ്രതിഭ പുരസ്കാരം കിട്ടിയ വേറൊന്നുകൊണ്ടല്ല, ഞാൻ 1 കോടി എന്നൊരു പ്രോഗ്രാമിൽ എത്തിയായിരുന്നു. രാവിലെ മുതൽ നിന്ന് പാട്ടുപാടി ഓരോ തെരുവാറുകളിൽ നിന്ന് അങ്ങനെ 1 കോടിയിൽ എത്താൻ സഹായിച്ചു. അതിൻ്റെ ഒരു ഇതായിട്ട് തിലകൻ കലാപ്രതിഭ പുരസ്കാരം കിട്ടി. അപ്പോൾ എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. പ്രത്യേക കൊച്ചുണ്ടി ചേട്ടൻ, പ്രിയ ചേച്ചി, എല്ലാവരും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്ന സിനിമാകാരുടെ ശബ്ദം ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ചെറിയൊരു കൈയടി തരിക. ആദ്യമായി ചെയ്യുന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട്, മാമുക്കോയക്കനെ എന്തിനാണ് ഇത്രമാത്രം അനുകരിക്കുന്നത് വേറെ സൗണ്ടിൽ നിന്ന്. മാമുക്കോയക്കനെ അവതരിപ്പിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ ഇന്ന് ഞങ്ങൾ നല്ല സൗഹൃദത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി സാറെ ആദ്യമേ തന്നെ മാമുക്കോയക്കയുടെ ശബ്ദം അവതരിപ്പിക്കുകയാണ്. ഒരു ചെറിയൊരു കൈയടി തരികയാണെങ്കിൽ ഒരു ഉണർവുണ്ടാകും. റാഞ്ചില സ്പീക്കിംഗ് എന്ന സിനിമയിലെ ഒരു രംഗം. മോനെ, നീ അവളെ വെച്ചിരിക്കുക. പറിച്ചോന്നെടുത്ത് നമ്മൾ ഒരു കാര്യം പറയാം. ഓള് കെട്ടി തൂങ്ങിച്ചാന്ന് പറഞ്ഞാൽ ആകെ പാടാണ്. എന്തെങ്കിലും കാണിച്ചില്ലെങ്കിൽ ആകെ പാടും. മോനെ വാലിസ്ന, അടുത്ത ആഴ്ച വരുമ്പോൾ നമ്മൾ കുറച്ച് ആളെ കൂട്ടി വരും. വേറെ ഒന്നിനല്ല, നീ പൈസ തന്നില്ലെങ്കിൽ നമ്മളിവിടെ കിടന്ന് മയ്യത്താവും. എന്റെ മയ്യത്ത് നാട്ടിലെത്തിക്കാനാ. വാലിസ്ന മോനെ. അതുപോലെ മണിച്ചേട്ടൻ നമുക്ക് മറക്കാൻ സാധിക്കില്ല. കറുത്ത സൂര്യൻ എന്ന സിനിമയിൽ സാറിന്റെ പടത്തിലേക്ക് അഭിനയിച്ചതാണ് മണിച്ചേട്ടൻ. ഇന്ന് നമ്മൾ മിസ് ചെയ്യാണ്. ശ്രീ കലാഭവൻ മണിച്ചേട്ടൻ ഈ പൂച്ചയിൽ ഉണ്ടായ ഈ സിനിമയ്ക്ക് വേണ്ടി എത്തിയല്ലെങ്കിൽ എന്തേ കാണിക്കണേ? മസിൽ പിടിത്താ ഒരു ചെറിയൊരു കൈയിടി പോരട്ടെ. ആരും മസിൽ പിടിക്കണ്ട, ഇത് നമ്മുടെ പൂച്ചയാ. ഇവിടെ വന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുകയാണ്. പ്രത്യേകിച്ച് ചോട്ടാ മുംബൈ എന്ന സിനിമയിലെ ഒരു രംഗം ഇവിടെ അവതരിപ്പിക്കുകയാണ്. നിങ്ങളിപ്പോ വായിച്ച വേദവസ്ത്രത്തിലെ അധർമ്മനും ദുഷ്ടനും ഞാനാ. പിന്നെ നടേശൻ, നിന്റെ മരണം കൊണ്ട് മനസ്സിന് പടഞ്ഞേക്കുമ്പോ നിന്റെ മകനെ ഞാൻ കൊല്ലും. ഇത് 2 കുപ്പിക്കള്ളിന്റെ പുറത്ത് കൊച്ചിയിൽ ലോക്കൽ കൊണ്ടുള്ള പറഞ്ഞ വാക്കല്ല. കൊല്ലുന്ന് പറഞ്ഞ നടേശ കൊന്നിരിക്കും. പിന്നെ ചിലവർ പറയുന്നത് പൂജയിൽ പോയിട്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിക്കുന്നു. പൂജയിൽ പോയിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഒരു പോസിറ്റീവ് അനുഭവം ഉണ്ടായി. കഴിഞ്ഞ ദിവസം സിനിമാ താരങ്ങൾ എന്ന പൂജയിൽ പങ്കെടുത്തപ്പോൾ ജോസ് തോമസ് സാർ, നമുക്കറിയാം സംവിധായകൻ, അദ്ദേഹം പുതിയ പടത്തിലേക്ക് എന്നെ സെലക്ട് ചെയ്തു. എന്റെ ലുക്ക് കാരണം ഈ ലുക്കില് എനിക്ക് ഒരുപാട് കമന്റ്സ് വരാറുണ്ട് ഫേസ്ബുക്കില്. അല്ലെങ്കിൽ ദിവസം ഞാനും നിൽക്കുമ്പോൾ ഒരുപാട് തെറിവിളികൾ കേൾക്കാറുണ്ട്. പക്ഷെ ഞങ്ങള് ഈ കമന്റ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കളയുന്നു. ഇന്ന് രാവിലെ തന്നെ ഒരാൾ വന്നിട്ട് ഫോട്ടോ എടുത്തപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. കാരണം വേറൊന്നുമല്ല, നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ തിരിച്ചറിയുന്ന വലിയൊരു ഭാഗ്യമായിട്ട് കൂടുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുകയാണ്. മലയാള സിനിമയിലെ മറ്റൊരു താരത്തിൽ കൂടി അവതരിപ്പിക്കുന്ന ശ്രീ ജനാർദ്ദന ചേട്ടൻ മാനർമതായി സ്പീക്കിംഗ് എന്ന സിനിമയിലെ ചെറിയൊരു രംഗം. ഇനി ഞാൻ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പൊ പൊന്നപ്പനല്ല തങ്കപ്പൻ അടിച്ചൊടിക്കണ അവന്റെ കാലി. അയ്യോ, എത്ര കാലല്ല അവന്റെ കാല് തള്ളി തള്ളി ഒടുക്കി. അപ്പൊ പൊന്നപ്പനല്ല തങ്കപ്പൻ. അതുപോലെ ഞങ്ങളുടെ നാട്ടുകാരാണ് അബീക, സാഗർ, ഷിയാസക എന്ന് നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. അപ്പോൾ ദിലീപേണ്ണെ ഈ നിമിഷം ഒന്ന് ഓർക്കുകയാണ്. ദിലീപേണ്ണെ സൗണ്ടിലൂടെ നമ്മൾ മാവേലിയായിട്ട് കേട്ട ദേ മാവേലി കൊമ്പത്തിലെ ചെറിയൊരു സീൻ. ഞാൻ വന്നു മാവേലി മാവേലി തമ്പുരാൻ തിരുവേലി ചാരവിടെയുണ്ട്. ചാരി ലേഡീസിന്റെ ഇടയിൽ കിടന്ന് ഇത് ഫോട്ടോ എടുത്ത് പോവാ. അതെനിക്ക് ഇഷ്ടമായി. തിരുവേലി. അപ്പൊ എല്ലാവർക്കും നന്ദി. പൂജയിൽ വന്ന എല്ലാവർക്കും ആശംസകൾ. ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകൾ നേരുകയാണ്. ഇതൊരു വൻ വിജയമായി തീരട്ടെ. മണിച്ചേട്ടന്റെ ചെറിയൊരു പാട്ടോട് കൂടി നിർത്തുകയാണ്. ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട ഓമന പൂമുഖം വാടിടേണ്ട ഓമന പൂമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടെത്തി രമ നൽകാം. പ്രത്യേകിച്ച് സിനി ചേച്ചിയെ ഒരു നിമിഷം ഓർക്കുകയാണ്. എനിക്ക് എല്ലാവിധ സപ്പോർട്ട് തന്നെ സിനിസിയ ആർട്ടിസ്റ്റ് ചേച്ചിക്ക് നന്ദി പറയുന്നു. എല്ലാവർക്കും താങ്ക് യു.